إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين. وحاجه قومه قال أتحاجوني في الله وقد هدان ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون. إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين. وحاجه قومه قال أتحاجوني في الله وقد هدان ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച റബ്ബിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് 45ാമത് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സൂറത്തുൽ അൻആമിന്റെ 79 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെടുന്നത്. കുറെ ആളുകൾ ഒരു പക്ഷേ നമ്മുടെ കരിപ്പൂരിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഖുർആൻ ക്ലാസ്സിലായിരിക്കുമെന്നാണ് തോന്നുന്നത്. 30 ജുസ് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ് അങ്ങനെ തുടർന്ന് പോയിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഇന്ന് ഇത് നിർത്താതിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി 1-2 ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും ക്ലാസിന്റെ അവസാനത്തിൽ സംസാരിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 79ാമത്തെ ആയത്ത് 76, 77, 78 ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. നക്ഷത്രത്തെ നോക്കിയിട്ട് അതാണ് എൻ്റെ ദൈവം, പിന്നീട് ചന്ദ്രനെയും സൂര്യനെയും നോക്കിയിട്ട് അവയൊക്കെയാണ് എൻ്റെ ദൈവങ്ങൾ, അതെല്ലാം മറഞ്ഞു പോകുന്ന ഒന്നിനെ എനിക്ക് ദൈവമാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു രൂപമാണ് നമ്മൾ അവിടെ കണ്ടത്. അതിന്റെ അവസാനത്തിൽ നമ്മളൊരു ചെറിയ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുറെ ആളുകൾ വളരെ കൃത്യമായി തന്നെ അതിന് മറുപടി എഴുതി അറിയിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇതായിരുന്നു: അക്കാലഘട്ടത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നോക്കുമ്പോ ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ കാണുന്ന സൂര്യനും ചന്ദ്രനും നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂര്യനെ നോക്കി ഹാദ അക്ബർ, ഇത് വലിയതാണ്, ഇതാണ് ഏറ്റവും വലിയത് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരുന്നു? അങ്ങനെ ഒറ്റനോട്ടത്തിൽ ഒരേ വലുപ്പത്തിൽ കാണുന്ന 2 സംഗതികളിൽ ഒന്നിനെ അത് ഏറ്റവും വലിയതാണ് എന്ന് പറയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് സാധിച്ചത് അദ്ദേഹത്തിന് മലക്കൂത്തസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ ആധിപത്യ രഹസ്യങ്ങൾ വരെ കൃത്യമായി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അള്ളാഹു എന്ന് പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നമ്മൾ ഇതിനെ രണ്ടിനെയും നോക്കുമ്പോൾ ഒരേ വലിപ്പത്തിൽ എന്തുകൊണ്ട് കാണുന്നു എന്ന ചോദ്യത്തിന് നിങ്ങൾ ഓരോരുത്തരും എഴുതി അറിയിച്ചിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ചന്ദ്രനേക്കാൾ
400 ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന്. എന്നാൽ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് സൂര്യനേക്കാൾ 400 മടങ്ങ് ദൂരത്താണ് ഉള്ളത് എന്നതുകൊണ്ടാണ് രണ്ടും ഒരേ അനുപാതത്തിൽ, ഒരേ വലിപ്പത്തിൽ, ഏകദേശം ഒരേ വലിപ്പത്തിൽ കാണപ്പെടുന്നത് എന്നാണ് അതിന്റെ ഉത്തരമായി എഴുതി അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ എഴുതി അറിയിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും അവരുടെ മാർക്ക് ഇൻഷാ അല്ലാഹ് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് സന്തോഷകാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായിരുന്നാൽ ഇബ്രാഹിം നബിക്ക് അങ്ങനെ പറയാൻ സാധിച്ചു. എന്നിട്ട് അദ്ദേഹം അങ്ങനെ 3 കാര്യങ്ങളെ അവിടെ എടുത്തു പറഞ്ഞിട്ട്, ഇതൊക്കെ അസ്തമിച്ചു പോകുന്നതല്ലേ, ഇതൊക്കെ കുറച്ചു കഴിഞ്ഞാൽ കാണാണ്ടായി പോകുന്നതല്ലേ, അങ്ങനെ കാണാതായി പോകുന്ന, മറഞ്ഞു പോകുന്ന ഒന്നിനെ എങ്ങനെ എനിക്ക് ദൈവമാക്കാൻ സാധിക്കുമെന്ന്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ, ഒരു മയക്കമോ ഉറക്കമോ ബാധിക്കാത്ത പടച്ച റബ്ബ്, ആ റബ്ബിന്റെ നിയന്ത്രണം ഉണ്ടെങ്കിലല്ലേ എല്ലാം കൃത്യമായി നടക്കുകയുള്ളൂ. ഇടക്കെങ്ങാനും ഉറങ്ങിപ്പോകുന്ന, ഒന്ന് കണ്ണു ചിമ്പിപ്പോകുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സാധനവും അത് അപകടത്തിൽപ്പെടില്ലേ? വാഹനം ഓടിച്ചു പോകുമ്പോൾ 1 സെക്കൻഡ് കണ്ണൊന്ന് അടഞ്ഞു പോയാൽ അപകടത്തിൽപ്പെടും. അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് നമ്മൾ കേട്ടതുപോലെ ആ മംഗലാപുരത്തുണ്ടായ വിമാനാപകടത്തിന്റെ കാരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോ 1 സെക്കൻഡ് നേരം ഒന്ന് കണ്ണ് മയങ്ങിപ്പോയതാണ് പോലും. അതുകൊണ്ട് 100 ആളുകളാണ് ആ അപകടത്തിൽപ്പെട്ട് മരണം ഉൾകേണ്ടി വന്നത്. ഇവിടെ പടച്ചവന്റെ ഈ പ്രപഞ്ചത്തിൽ അവൻ നിയന്ത്രിക്കുന്ന ഏത് സംഗതികളും ഒരു അല്പസമയം പോലും ഒരു മയക്കമോ ഒരു തളർച്ചയോ ഉറക്കമോ ഒന്നും ബാധിക്കാതെ കൃത്യമായി അവന്റെ നിയന്ത്രണത്തിൽ തന്നെയുണ്ട്. അവനാണ് ഇതിന്റെ നിയന്താവ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. തീർച്ചയായും ഞാൻ ഇന്നി വജ്ജഹ്തു തിരിച്ചിരിക്കുന്നു, വജ്ഹിയ എന്റെ മുഖത്തെ, ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവന്റെ നേരെ, ഹനീഫൻ ഉറച്ചു നിന്നുകൊണ്ട്, നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. ഹനീഫൻ എന്ന വാക്കിന്റെ അർത്ഥം നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കുക, ഋജുമനസ്കനായി എന്നൊക്കെ പറയും. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവവാദികളിൽപ്പെട്ടവരെ അല്ല. ഞാൻ നിങ്ങളോട് ചന്ദ്രനെ നോക്കി, നക്ഷത്രത്തെ നോക്കി, സൂര്യനെ നോക്കിയൊക്കെ അതാണ് എന്റെ ദൈവം എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ശരിയല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. ഞാൻ യഥാർത്ഥത്തിൽ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അപ്പൊ ഈ പറഞ്ഞ 3 സംഗതികളെ മാനത്ത് നോക്കി ആരാധിക്കുന്നവരാണെങ്കിലും വാനത്തുള്ള ഈ സംഗതികളുടെ രൂപമുണ്ടാക്കി ഭൂമിയിൽ വെച്ച് അവരെ ആരാധിക്കുന്നവരാണെങ്കിലും മുശ്രിക്കുകളായ ആളുകളാണ്. നിങ്ങളുടെ ശിർക്ക് ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഈ ആയത്തിന്റെ പല പദങ്ങളും നമ്മൾ കഴിഞ്ഞ സൂറകളിലൊക്കെ വിശദീകരിച്ചു പോയതുകൊണ്ട് വിശദമായ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിലെ പല സംഗതികളും പിന്നീട് ലോകത്ത് ഒരുപാട് മാതൃകകൾ നൽകപ്പെട്ട സംഭവങ്ങളായി മാറിയതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ സംസാരം പിന്നീട് ഇസ്ലാമിക ലോകത്ത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ, അല്ലെങ്കിൽ അതിന്റെ കൂടെ മുസ്ലിം എന്നും പറയാറുണ്ട് നമ്മൾ, വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന ഈ ഒരു കാര്യം, ഇത്
തുടങ്ങുമ്പോ കൈ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെല്ലേണ്ട ആദ്യത്തെ പ്രാർത്ഥനയായിട്ട്, ആദ്യത്തെ ദിക്റായിട്ട് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിരിക്കുക. അത്രമാത്രം പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ സംഗതികളും വളരെ കൃത്യമായി ഒപ്പിയെടുത്തുകൊണ്ട് പിൽക്കാലക്കാരായുള്ള ആളുകൾക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങളായിട്ട്, അവരുടെ മതത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറയാനുമൊക്കെ ഉള്ള മാതൃകകളുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എന്തുമാത്രം മഹാനായ പ്രവാചകനായിരുന്നു എന്ന്. ആ ഭാഗം വജ്ജഹത്തൂല് നമ്മൾ ചെല്ലുന്ന മറ്റു രണ്ട് വാചകങ്ങളുണ്ടല്ലോ, അതെവിടെ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേപോലെ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ വഅന അവ്വലുൽ മുസ്ലിമീൻ എന്നൊക്കെ വന്നത് എവിടെയാണെന്നറിയോ? അതും ഈ സൂറത്തിൽ തന്നെയാണ് വന്നത്. അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. 162, 163 ആയത്തുകളിൽ വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ചരിത്രങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് വജ്ജഹത്തുൽ നമ്മൾ ചെല്ലുന്ന ഈ പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ ചെല്ലുന്ന ഈ പ്രാർത്ഥനയിൽ അടങ്ങിയ കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഈ സൂറത്തിൽ തന്നെയാണ്. സൂറത്തിന്റെ മറ്റൊരു ഭാഗത്താണ് അതിന്റെ ബാക്കി ഭാഗം വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞ ഈ ഒരു വാക്കാണ് വജ്ജഹത്തു വജ്ഹിയ, ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. ഞാൻ എങ്ങോട്ടാ തിരിഞ്ഞതറിയോ? ഞാൻ തിരിയുന്നത് എന്ന് പറയുമ്പോ എന്റെ ജീവിതം ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നു. അതേപോലെ എന്റെ മുഖത്തെ ആരുടെ നേരെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ തിരിച്ചു വെച്ചത്? പടച്ചവന്റെ നേരെയാണ് ഞാൻ തിരിച്ചു വെച്ചത്. ആരാണ് ആ പടച്ചവൻ? സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, നക്ഷത്രങ്ങളെ പോലെ അവയെ ആരാധിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ സൃഷ്ടികളല്ലേ? ലോകത്ത് മനുഷ്യൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സംഗതികൾ എടുത്താലും അതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികളല്ലേ? അവയൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ നേരെയാണ് ഞാൻ തിരിയുന്നത്. പക്ഷെ ആ തിരിഞ്ഞു നിൽക്കുന്ന പടച്ചവന്റെ നേരെ നിൽക്കുന്നതിന്റെ ഒരു പ്രത്യേകത കൂടി ഈ ആയത്തിൽ പഠിപ്പിച്ചു. അത് ഹനീഫൻ എന്നാണ്. ഒന്നാമത്തത് ഉറച്ചു നിന്നുകൊണ്ട്, നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, വളവില്ലാതെ വക്രതയില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളായിക്കൊണ്ടല്ല, പ്രകടനങ്ങളായിക്കൊണ്ടല്ല, വളരെ കൃത്യമായ രൂപത്തിലാണ് ചെയ്യുന്നത്. അതേപോലെ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളുമല്ല. മറ്റേ രണ്ട് ഭാഗത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. പറയുക ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി, എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മങ്ങളും എന്റെ ആരാധനാകർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും ഒക്കെ സർവലോക രക്ഷിതാവാൻ ആയ അള്ളാഹുവിനുള്ളതാണ്. ഒരു നിലക്കും അവന് പങ്കുകാരില്ല. ഞാൻ ആ കാര്യം കൽപ്പിക്കപ്പെട്ടവനാണ്. അങ്ങനെ ജീവിക്കാനും പറയാനും ഞാൻ പഠിപ്പിക്കപ്പെട്ടവനാണ്. ഞാൻ വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ് എന്നാണ് ആ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത്. മനസ്സിലായി കാണും അർത്ഥം. ഇബ്രാഹിം നബിയുടെ വളരെ പ്രത്യേകമായ ഒരു സ്വഭാവം, ഒരു കാര്യമായിക്കൊണ്ടാണ് അദ്ദേഹം ഹനീഫായിരുന്നു എന്ന് പഠിഞ്ഞത്. നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. മറ്റായത്തുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ വലഖദ് ആതൈനാ ഇബ്രാഹിമ റുശ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ, ഇബ്രാഹിമിന് അദ്ദേഹത്തിന്റെ തന്റെ ഇടം നാം മുമ്പേ നൽകിയിട്ടുണ്ട് എന്നാണ്. തന്റെ ഇടത്തോടുകൂടി നിൽക്കാൻ, തന്റെ ഇടത്തോടുകൂടി പറയാൻ, തന്റെ ഇടത്തോടു കൂടിയിട്ട് ഒരു കാര്യത്തെ സമീപിക്കാനുള്ള മനക്കരുത്ത്, അതിനുള്ള ശക്തി, ഉറച്ചു നിൽക്കാനുള്ള ആ ശക്തിയെയാണ് ഹനീഫൻ എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വേറൊരു ഭാഗത്ത് ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിനോട് ഭക്തി അർപ്പിക്കുന്ന ഋജുമാനസനായ, അതെവിടെയും ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി എന്ന് പറഞ്ഞ ആ ഭാഗത്തും
ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ഹനീഫായ വ്യക്തിയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് ദീനൻ ഖിയമൻ മില്ലത്ത് ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പറയുന്നുണ്ട്. ചൊവ്വിന് നിലകൊള്ളുന്ന മതം, അതായത് ഋജുമാനസനായിരുന്ന ഇബ്രാഹിമിന്റെ മാർഗം, ഈ ഒരു ദീനിനെ, ഈ ദീൻ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്, നേരെ ചൊവ്വിന് നിലകൊള്ളുന്നതാണ് എന്ന് പറയാൻ ഉദാഹരണ സഹിതം പലപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മാർഗത്തെയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. പറഞ്ഞു വരുന്നത്, നോക്കൂ നിങ്ങൾ, ഒരു ചിത്രം വെറുതെ ഇപ്പൊ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോ എടുത്തിട്ടതാ. ഒരാള് റുക്കൂ ചെയ്യുന്നത് പോലെയോ സുജൂദ് ചെയ്യുന്നത് പോലെ ഇരിക്കുന്നു. അയാളുടെ പുറത്തു നിന്ന് മുകളിലോട്ട് ഒരു വൃക്ഷം, ഒരു ചെടി പിന്നെ പൊന്തി വരുന്ന ഒരു രൂപമാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരി ഒരു വെളിച്ചം വെച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ അതിന് അടിക്കുറിപ്പ് കൊടുത്തത് ഇങ്ങനെയാണ്: ബഅലുൽ ഇൻഹിനാഇ ഇസ്തിഖാമത്തുൻ വഖവാമത്തുൻ. ചില കുനിയൽ, ചില ആളുകളൊക്കെ കുനിയുന്നത്, ഇങ്ങനെ സുജൂദ് ചെയ്യുന്നത്, റുക്കൂ ചെയ്യുന്നതൊക്കെ അതൊരു നേരെ ഉള്ള നൃത്തത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാണ് സൂചിപ്പിച്ചത്. അത് കണ്ടപ്പോ തോന്നിയ സംഗതി, നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുമ്പോ, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ അതൊരു ഇസ്തിഖാമത്തിലേക്കുള്ള അഥവാ അള്ളാഹുവിന്റെ മതത്തിൽ നേരെ ചൊവ്വേ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് അത് എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്ന ഒരു കാര്യം നമുക്കിതിൽ ഉൾക്കൊള്ളാം എന്നുള്ളതൊക്കെ പിന്നെ ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ശരി, ഈ ഒരു പ്രാർത്ഥന നമ്മൾ പറഞ്ഞല്ലോ. ഈ പ്രാർത്ഥന നമ്മുടെ നമസ്കാരം ആരംഭിക്കുമ്പോൾ നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ്. അങ്ങനെ ചൊല്ലാൻ വേണ്ടി നമ്മൾ മദ്രസയിൽ വെച്ച് പഠിച്ചതാണ്. വേറെയും കുറെ പ്രാർത്ഥനകളുണ്ട്, അതൊന്ന് ഓടിച്ചു പോകാം, സമയക്കുറവുണ്ട്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ഇഫ്തതഹ സ്വലാത്ത ഖാല. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം ആരംഭിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു: സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാറുണ്ടായിരുന്നു. ഇത് നമ്മൾ സാധാരണ വജ്ജഹത്ത് ചൊല്ലുന്നതിന്റെ മറ്റൊരു രൂപമാണ്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ് ആ വാക്കുകളിലൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ സൂറത്തുൽ അൻആമിൽ കണ്ട ആ ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയും ചൊല്ലാന്ന് മനസ്സിലായല്ലോ. മറ്റൊരു ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്കുതു ബൈന തക്ബീരി വൽ ഖിറാഅ ഫഖുൽതു ബിഅബീ വഉമ്മീ യാ റസൂലല്ലാഹ് ഫീ ഇസ്കാതിക ബൈന തക്ബീരി വൽ ഖിറാഅതി മാ തഖൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും ഖിറാഅത്തിന്റെയും ഇടയിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന്റെയും തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തിലേക്ക് ആ പ്രവേശിച്ചതിന്റെയും ഇടയിൽ യസ്കുത്തു കുറച്ചു നേരം മിണ്ടാതിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, റസൂലേ, നിങ്ങൾ ഇങ്ങനെ ആ ഒരു സമയത്ത് മിണ്ടാതി മൗനം പാലിക്കുന്നത്, ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു.
അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അഖൂലു, ഞാൻ ആ സമയത്ത് വെറുതെ മിണ്ടാതിരിക്കല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖത്തായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖ്നി മിൻ ഖത്തായാ കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദു മിനദ് ദനസ് അല്ലാഹുമ്മ അഗ്സിൽ ഖത്തായായ ബിൽ മാഇ വസ്സൽജി വൽ ബർദ് എന്നാണ് ഞാൻ പറയാറുള്ളത്. ഞാൻ അങ്ങനെ പറയാറുണ്ട് എന്നാണ്. അപ്പൊ വേറൊരു ദുആ ആയി, അല്ലാഹുവേ, എന്റെയും എന്റെ പാപങ്ങളുടെയും ഇടയിൽ നീ പടിഞ്ഞാറും കിഴക്കും തമ്മിൽ, അല്ലെങ്കിൽ ഉദയാസ്തമന സ്ഥാനങ്ങൾ തമ്മിൽ എന്തുമാത്രം വിദൂരതയുണ്ടാക്കിയിട്ടുണ്ടോ, അകലമുണ്ടാക്കിയിട്ടുണ്ടോ, അതേപോലെ എന്റെയും പാപങ്ങളുടെയും ഇടയിൽ നീ, കുറ്റങ്ങളുടെയും ഇടയിൽ നീ അകലമുണ്ടാക്കണേ. എന്നിലേക്ക് ആ പാപങ്ങളെ, കുറ്റങ്ങളെ അടുപ്പിക്കരുതേ. അല്ലാഹുമ്മ നഖ്നി മിൻ ഖത്തായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദു മിനദ് ദനസ്, വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് വൃത്തിയാക്കുന്നത് പോലെ എന്റെ പാപങ്ങളിൽ നിന്ന് നീ എന്നെ കഴുകി വൃത്തിയാക്കണമേ. അല്ലാഹുമ്മ അഗ്സിൽ ഖത്തായായ ബിൽ മാഇ വസ്സൽജി വൽ ബർദ്, വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ടും ഹിമം കൊണ്ടും എല്ലാ തരത്തിൽ ഉള്ള വെള്ളങ്ങൾ കൊണ്ട് നീ എന്നെ ഏറ്റവും ശുദ്ധമായ നിലയിൽ എന്റെ പാപങ്ങൾ നീ കഴുകി തുടച്ചു തരണേ, കഴുകി വൃത്തിയാക്കി തരണേ എന്നിങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാൻ ആ സമയത്ത് നടത്താറുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ ഈ പ്രാർത്ഥനയും പഠിക്കാത്ത ആളുകൾ പഠിക്കേണ്ടതാണ്. ഇതാണ് നിങ്ങളുടെ അടുത്ത ക്ലാസ്സിലേക്കുള്ള ഹോംവർക്ക്. ഇതേപോലെ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് വന്നിട്ടുള്ള ചെറിയ ചെറിയ ദുആകൾ നോക്കിയിട്ട് ഓരോന്നോരോന്ന്, ഒറ്റ ആഴ്ച കൊണ്ട് തീർക്കണം എന്നില്ല, കുറഞ്ഞ ആഴ്ചകൾ എടുത്താലും തിരക്കടില്ല, ഓരോന്നോരോന്നായി പഠിച്ച്, കാണാതെ പഠിച്ച് ചൊല്ലിത്തരിക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അത് എനിക്ക് തന്നെ ചൊല്ലിത്തരണമെന്നില്ല, നമ്മുടെ ക്ലാസ്സിലുള്ള മറ്റാരെങ്കിലും വിളിച്ച് ചൊല്ലിക്കൊടുത്താലും മതിയാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. മറ്റൊരു ഹദീസ് അതോട് തീർക്കാം. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ജാഅ ഫദഖല الصف وقد حفظه النفس فقال, ഒരാള് നേരം വൈകിട്ട് നമസ്കാരത്തിൽ വരിക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓടി വന്നിട്ട് അദ്ദേഹം നമസ്കാരത്തിൽ നിന്ന് സഫിൽ നിന്നിട്ട് അദ്ദേഹം ചൊല്ലുകയാണ്, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും, ധാരാളം ധാരാളം ഹംദുകൾ, ഏറ്റവും നല്ല സ്തുതികൾ, ഏറ്റവും അനുഗ്രഹീതമായ, ഏറ്റവും ബർക്കത്തുള്ള സ്തുതികളെല്ലാം പടച്ചവനാണ് എന്ന ഒരു പ്രാർത്ഥന അദ്ദേഹം ചൊല്ലി. ഇത് റസൂല് പഠിപ്പിച്ചു കൊടുത്തു എന്നല്ല, പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ട് അദ്ദേഹം ചൊല്ലിയതായിരിക്കും, പെട്ടെന്ന് തോന്നിയിട്ട് ചെയ്തതായിരിക്കും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലാകുമ്പോ അത് റസൂല് സ്വാഭാവികമായും നോട്ട് ചെയ്യുമല്ലോ. അത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന്, ശരിയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. നമസ്കാരം കഴിഞ്ഞപ്പോ ഫലമ്മ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തഹു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം കഴിഞ്ഞപ്പോ ഖാല, അദ്ദേഹം ചോദിച്ചു, അയ്യും അൽ മുതകല്ലിം ബിൽ കലിമാത്ത്, ഈ വാക്ക് പറഞ്ഞ ആൾ ആരായിരുന്നു, ആരാ അങ്ങനെ പറഞ്ഞത്? എന്നിട്ട് അദ്ദേഹം അതിന് ഞാനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവസാന റസൂൽ പറയുന്നു, അജിബ്തു ലഹ, വലിയ അത്ഭുതം തോന്നുന്നു കേട്ടോ, കലിമത്തുൻ ഫുത്തിഹത്ത് ലഹ അബ്വാബു സമാ, ആകാശത്തിന്റെ വാതിലുകൾ ഓരോന്ന് തുറക്കാൻ മാത്രം വളരെ പ്രഗത്ഭമായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം കൊടുക്കുകയായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലിന്റെ ഈ സംസാരം കേട്ടതിന് ശേഷം പിന്നീട് ആ ഒരു സഹാബി പറഞ്ഞ ആ വാക്കുകളാണ് ഞാൻ നമസ്കാരത്തിന് നിന്നാൽ സ്ഥിരമായി പറയാറുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അത്രയും ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ആ രൂപത്തിലുള്ള ചില വാക്കുകളാണ് നമ്മൾ ആദ്യം കണ്ട ഹദീസിൽ പറയുന്നത്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് പറയുന്നത് ആ ഹംദ്
തന്നെ പഠിപ്പിക്കുന്ന മറ്റു ചില പദങ്ങളുമാണ്. ഏതായിരുന്നാലും ഈ മൂന്ന് നാലെണ്ണം, ഒന്ന് നമ്മൾ വജ്ജഹത്തു, രണ്ടാമത്തത് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അതിന്റെ കൂടെ വജ്ജഹത്തും കൂടെ പറയുന്നത്, മൂന്നാമത്തത് അല്ലാഹുമ്മ ബഅഇദ് ബൈനി എന്ന് പറയുന്നത്, നാലാമത്തത് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറയുന്ന ഈ പ്രാർത്ഥനകൾ, ഈ ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറയുന്ന ഈ പ്രാർത്ഥനകളുടെ വ്യത്യസ്ത രൂപത്തിൽ കഴിയുന്നതും ഓരോന്ന് പഠിക്കാനും മാറി മാറി ചെല്ലാനും, ഒരു നമസ്കാരത്തിൽ ഒന്നാണ് പറഞ്ഞതെങ്കിൽ അടുത്ത നമസ്കാരത്തിൽ മറ്റേതെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമസ്കാരത്തിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുമല്ലോ എന്ന് സൂചിപ്പിക്കാണ്. ആ ആയത്ത് അവിടെ അവസാനിപ്പിക്കാണ്. അടുത്ത ആയത്തിലേക്ക് പോവുകയാണ് ഒരല്പസമയം. വഹാജ്ജഹു ഖൗമുഹു ഖാല അതുഹാജ്ജുനി ഫില്ലാഹ് വഖദ് ഹദാ ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون വഹാജ്ജഹു ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹവുമായി തർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി. ഇങ്ങനെയൊക്കെ വ്യത്യസ്ത രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം യാഥാർത്ഥ്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അവരതൊന്നും ചെവികൊള്ളാതെ തർക്കത്തിന് വേണ്ടി മുന്നോട്ട് വരിക. ഖാല അതുഹാജ്ജൂനി ഫില്ലാഹ്, അദ്ദേഹം അവരോട് ചോദിക്കുക, അള്ളാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്? അള്ളാഹുവിന്റെ വിഷയത്തിലാണല്ലോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്. അത്ഭുതം തോന്നുന്നുവല്ലോ. വഖദ് ഹദാൻ, തീർച്ചയായും അള്ളാഹു എന്നെ നേർവഴിയിലാക്കിയിട്ടുണ്ട്. വഖദ് ഹദാനി, ആ പടച്ച റബ്ബ് എനിക്ക് നേർവഴി കാണിച്ചു തന്നിട്ടുണ്ട്. ആ റബ്ബിന്റെ വിഷയത്തിലാണോ നിങ്ങൾ ഇപ്പോഴും അതുഹാജ്ജൂനി, ഹാജ എന്ന വാക്കിന്റെ അർത്ഥമാണ് തർക്കത്തിൽ ഏർപ്പെട്ടു. തുഹാജൂന, അവർ തർക്കത്തിൽ ഏർപ്പെടുന്നു, നിങ്ങൾ തർക്കത്തിൽ ഏർപ്പെടുന്നു. വലാ അഖാഫു മാ തുശ്രികൂന ബി, അപ്പൊ നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുമ്പോ പറയുന്നത് എന്താ? ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയുകയും അധിക്ഷേപിക്കുകയും അതിനെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്നത് ആ ദൈവങ്ങളുടെ കോപത്തിന് കാരണമാകും. അതുകൊണ്ട് നീ ഭയപ്പെട്ടോളൂ എന്ന് ഇബ്രാഹിം നബിയെ പറഞ്ഞ് അവർ പേടിപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ ഒക്കെ കുരുത്തക്കേട് പറ്റും എന്ന് പറഞ്ഞിട്ടാണ് അവർ പേടിപ്പിക്കുന്നത്. അപ്പോ ഇബ്രാഹിം നബി അവരോട് മറുപടി പറയാ, വലാ അഖാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങൾ എന്തെന്നിനെയൊക്കെ ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്നുവോ അതിനെ ഒന്നും എനിക്ക് ഒരു തരത്തിലുമുള്ള ഭയമില്ല എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. എനിക്കൊരു പേടിയില്ല കേട്ടോ. നിങ്ങളെ ഈ ബിംബങ്ങളെ, ഈ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ വന്യരായി വളരെ പ്രധാനപ്പെട്ടവരായി ഭവ്യതയോടുകൂടി കൊണ്ടു നടക്കുന്ന ഈ സംഗതികളെ ഒന്നും തന്നെ എനിക്ക് ഒരു തരത്തിലും പേടിയില്ല. ഇല്ലാ അൻ യശാ റബ്ബി ശൈആ, എന്റെ റബ്ബ് എനിക്കെന്തെങ്കിലും ഉദ്ദേശിച്ചാലല്ലാതെ, എന്റെ റബ്ബ് എനിക്കെന്തെങ്കിലും വരുത്തണമെന്ന് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാത്രമേ എനിക്ക് ഭയമുള്ളൂ. പടച്ചവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ, എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിനെ മാത്രമാണ് ഞാൻ ഭയപ്പെടുന്നത്. അല്ലാതെ നിങ്ങളുടെ ഈ ആരാധ്യ വസ്തുക്കളെ ഞാൻ ഒരു കാരണവശാലും ഭയപ്പെടുന്നില്ല. വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമാ, എന്റെ റബ്ബ് കുല്ല ഷൈഇൻ, എല്ലാ കാര്യത്തെ പറ്റിയും, വസിഅ ഇൽമ, വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ, വിശാലമായ ഇൽമുള്ളവനാ, സർവകാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രമുള്ള വിപുലമായ ജ്ഞാനമുള്ളവനാണ് എന്റെ റബ്ബ്. നിങ്ങളറിയാം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയാം, നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ അറിയാം, നിങ്ങളുടെ ഈ തർക്കങ്ങൾ അറിയാം, കുതന്ത്രങ്ങൾ അറിയാം, എല്ലാം അറിയാം. അതേപോലെ എന്നെ അറിയാം, എന്റെ മനസ്സറിയാം.
എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അറിയാം. എന്നോട് എങ്ങനെ കൃപ കാണിക്കണമെന്ന്, ദയ കാണിക്കണമെന്ന്, അതുപോലെ നിങ്ങളുടെ വിഷയങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതികരണം നടത്തേണ്ടതുണ്ട് എന്ന കാര്യവും പടച്ചവൻ അറിയാം. അപ്പൊ ഇതൊരു സന്തോഷ വാർത്തയുമാണ്, അതോടൊപ്പം തന്നെ ഭീതിപ്പെടുത്തുന്ന സംസാരവുമാണ്. വസിയ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ എന്ന് ഏത് കുതർക്കിയോട് നമുക്ക് പറയാനുള്ളതാ. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ തർക്കത്തിന്റെയും ഈ പോരിന്റെയും ഈ പൊങ്ങച്ചത്തിന്റെയും ഈ കാര്യങ്ങളുടെയൊക്കെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് എന്റെ റബ്ബിന് കൃത്യമായിട്ട് അറിയാം. എന്റെ മനസ്സിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയാം, അതേപോലെ എന്റെ റബ്ബിനും കൃത്യമായിട്ട് അറിയാം. അങ്ങനെ അറിയാൻ മാത്രം വിശാലമായ ഇൽമുള്ള, വിശാലമായ അറിവുള്ള, എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രമുള്ള അറിവുള്ള ആളാണ് പടച്ചോന് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തുക. അഫലാ തതദക്കറൂൻ, നിങ്ങൾ എന്താ ആലോചിച്ചു നോക്കാത്തത്? അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ, നിങ്ങൾ ഇപ്പോഴും ഇനിയും നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കാത്തത് എന്താ? അഫലാ തതദക്കറൂൻ, നിങ്ങൾ എന്താണ് ആലോചിച്ചു നോക്കാത്തത്? وحاجه قومه قال أتحاجوني في الله أتحاجوني في الله وقد هدان ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون. ചെറിയ ഒരു വിശദീകരണമാകാം. അത് അമാനി മൗലവി എഴുതിയ ആ വിശദീകരണങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക മാത്രം ചെയ്യാണ്. അതിന്റെ കൂടുതൽ ഒന്നും ആവശ്യമല്ല. ദീർഘകാലത്തെ പഴക്കം സിദ്ധിച്ച അന്ധവിശ്വാസങ്ങൾക്കും ദുർനടപ്പുകൾക്കും എതിരിൽ വ്യക്തമായ തെളിവുകൾ സമർപ്പിക്കപ്പെടുമ്പോൾ അവയുടെ അനുയായികൾ തൽക്കാലം ഉത്തരം മുട്ടും. എങ്കിലും അതവർക്ക് മാനസാന്തരം ഒന്നും വരുത്തുന്നില്ല. എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങളോ തർക്കമോ നടത്തി തങ്ങളുടെ നിലപാടിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയായിരിക്കും അവർ ചെയ്യുക. തോറ്റാലും അവിടെ നിന്ന് തോറ്റു എന്ന് മനസ്സിലാക്കാതെ, ആ കാര്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ്, മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അവരാണ് വിജയിച്ചത് എന്ന് വരുത്തി തീർക്കാനാണ് പലപ്പോഴും ഈ അസത്യവാദികൾ ശ്രമിക്കാറുള്ളത്. അവസാനം അവരുണ്ടെന്നും അവസാനിക്കാതെ വരുമ്പോ ഭീഷണിയും അക്രമവും ഒക്കെ ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജനതയും ഇത് തന്നെയാണ് അദ്ദേഹത്തോട് ചെയ്തത്. പണ്ടുകാലം മുതൽക്കേ ചോദ്യം ചെയ്യപ്പെടാതെ എല്ലാവരും അംഗീകരിച്ചു വരുന്ന ഒരു നടപടിയാണ്. എല്ലാവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ദൈവങ്ങൾക്ക് ഇന്നിന്ന പ്രകാരമുള്ള മഹത്വങ്ങളും ശക്തികളൊക്കെ ഉണ്ട്, ഇവ പലതരത്തിലുള്ള അത്ഭുതങ്ങളും കാണിക്കുന്നവരാണ്, ഇവയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാറുണ്ട്, ഞങ്ങളുടെ പല ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാറുണ്ട്, ഇതിനെ വിമർശിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ആളുകളെ, അവരെ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്കെതിരിൽ വിരൽ ചൂണ്ടിയാൽ അവയുടെ ശാപകോപവും നാശവും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നിങ്ങനെ പറഞ്ഞ് പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ കൃത്യമായി പറഞ്ഞു, വല അഖാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങളുടെ ഈ ന്യായവാദങ്ങളും ഭീഷണികളും ഞാൻ ഒട്ടും വില കൽപ്പിക്കുന്നില്ല, ഞാൻ തീരെ ഭയപ്പെടുന്നില്ല ഇതിനൊന്നും. അള്ളാഹു മാത്രമാണ് രക്ഷിതാവും ആരാധ്യനും എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ എന്റെ മുമ്പിലുണ്ട്. ആ തൗഹീദിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യവും മനക്കരുത്തും പടച്ച റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്. അവരുദ്ദേശിച്ചാൽ വല്ലതും സംഭവിക്കുമെന്നല്ലാതെ നിങ്ങളുടെ ഈ ദൈവങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആപത്തും നാശവും സംഭവിച്ചേക്കുമെന്നുള്ള ഭയം എനിക്കില്ല. ഇതാണ് വിശ്വാസിനികളെ നമ്മളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ഈ ഒരു വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോ നമ്മുടെ മുമ്പിൽ നമുക്ക് ഒന്നിനെയും ഭയപ്പെടാനില്ല. ആരെന്ത് പറഞ്ഞ് പേടിപ്പിച്ചാലും പടച്ച റബ്ബുണ്ട്, രക്ഷകനായി എന്ന ഉറച്ച വിശ്വാസം, ആ ഉറച്ച വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് ഈ തൗഹീദ് അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോഴുള്ള നമുക്കുള്ള വലിയൊരു മഹാഭാഗ്യം എന്ന് സൂചിപ്പിക്കുകയാണ്.
ഇവിടെ നേരെ മറിച്ച് യാതൊരു തെളിവും ന്യായവുമില്ലാതെ നിങ്ങൾ അവയെ ദൈവങ്ങളാക്കി വെച്ചതിനാൽ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ശിക്ഷകളെ നിങ്ങൾ ഭയക്കേണ്ടിയിരിക്കുന്നു എന്നാണ് വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ. നിങ്ങൾ കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ എന്താണ് എന്ന് എന്റെ റബ്ബിന് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് ആ ഭയമില്ല, ഇല്ലല്ലോ. പടച്ചവനാണെങ്കിൽ സർവ്വകാര്യങ്ങളും ശരിക്കറിയുന്നവനല്ലേ. അപ്പോ യഥാർത്ഥത്തിൽ അടുത്ത ആയത്ത് സൂചിപ്പിക്കുന്നത് പോലെ ഭയം കൂടാതെ സമാധാനപ്പെട്ടുകൊണ്ടിരിക്കാൻ അർഹതപ്പെട്ടത് നിങ്ങളാണോ ഞാനാണോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടുത്ത ആയത്തിലൂടെ ചോദിക്കുന്നുണ്ട്. അങ്ങോട്ട് വരാം. ഒന്ന് രണ്ട് ആയത്തുകളെ കൂടെ ശ്രദ്ധിച്ചു നോക്കൂ. പലമാനസു ഇവിടെ ഈ അവിശ്വാസികളായ അതേപോലെ മുശ്രിക്കുകളായ ആളുകൾ ഒരുപാട് സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസത്തിലേക്ക് അവരെ അനുധാവനം ചെയ്യാത്ത വിഷയങ്ങൾ ഉണ്ടാകുമ്പോ പരസ്യമായി ഈ പ്രവാചകനെയും അതേപോലെയുള്ള വിശ്വാസികളെയും ഒക്കെ ആക്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവങ്ങൾ ലോകത്ത് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരിട്ടതുപോലെ തന്നെ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ അൻആമിലെ 44-ാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടതാണ്. ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫൈദാഹും മുബ്ലിസൂൻ എന്നത്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങളാണ് ഭയപ്പെടേണ്ടത്. ഭയം യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണ് ഉണ്ടാകേണ്ടത്. ഇവിടെ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചപ്പോ പടച്ചവൻ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് ജീവിച്ചപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ മലർക്കെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തന്നത് അഖദ്നാഹും ബഗ്തതൻ ഫൈദാഹും മുബ്ലിസൂൻ, ഒരൊറ്റ പിടുത്തം പിടിക്കുന്നതിനാണ്. അതോടുകൂടി എല്ലാം ഇല്ലാണ്ടായി പോകുന്ന, നാമാവശേഷമായി പോകുന്ന ഒരവസ്ഥ സംജാതമാക്കപ്പെടും. അങ്ങനെ ഒരു കാലവും ഇത്തരത്തിലുള്ള ആളുകൾ ഭയപ്പെടണം എന്ന സൂചന സൂറത്തുൽ അൻആമിലെ 44-ാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടതാണ്. വേറെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് പോലെ ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ബിൽ ബിലാദ്, ഈ കാഫിറുകളുടെ ഈ നിഗളിപ്പ്, അവരുടെ ഈ അധികാരവും അഹങ്കാരവും നിറഞ്ഞ ഈ പെരുമാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇതുകൊണ്ടൊന്നും നിങ്ങൾ വഞ്ചിതരായി പോകേണ്ട വിശ്വാസികളെ. നിങ്ങൾ അതുകൊണ്ടൊന്നും ഭയപ്പെടേണ്ട. മതാഉൻ ഖലീലുൻ, കുറഞ്ഞ കാലത്തെ ചരക്കുകളല്ലേ. തുമ്മ മവാഹും ജഹന്നം, പിന്നെ അവരുടെ സങ്കേതം നരകമല്ലേ. വബിസൽ മിഹാദ്, അവർക്ക് മടങ്ങി അവരുടെ സങ്കേതമായി, മടക്കസ്ഥലമായി, അവർക്ക് എത്തിച്ചേരാനുള്ള ഗേഹമായി ഉള്ള ആ ഒരു സ്ഥലം എത്ര മോശപ്പെട്ടതാണ് എന്നാണ് അവിടക്കങ്ങളിൽ സൂചിപ്പിക്കുന്നത്. ഇത് വിശ്വാസികൾക്ക് പ്രതീക്ഷയാണ്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഏതു സമയത്തും ഭയപ്പാടോടുകൂടിയാണ് മാത്രമേ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകളുമാണ് അവിടങ്ങളിൽ നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെയൊന്നും ഞാൻ ഒട്ടും തന്നെ ഭയപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങളാണ് അവയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടത് എന്ന രൂപത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ സംസാരം. ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്, അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അഫലാ തതദക്കറൂൻ, നിങ്ങൾ എന്താണ് ഉറ്റാലോചിക്കാത്തത്? കൂടുതൽ ചിന്തിക്കാത്തത് എന്താ? അശ്രദ്ധയിലും വിസ്മൃതിയിലും കഴിയുന്ന ആളുകൾ ഉയർന്നു പ്രവർത്തിക്കണം, ഉയർന്നു ചിന്തിക്കണം എന്നൊരു കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇവിടെ ഇവരുടെ മുമ്പിൽ വെക്കുന്നത്. ഉണർന്നു പ്രവർത്തിക്കാനാണ്. നിങ്ങൾ ഇനിയും ഈ ഉറക്കവും അശ്രദ്ധയും ആയി ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയാൽ അപകടങ്ങൾ മുന്നിൽ പതിയിരിക്കുന്നുണ്ട് എന്ന സൂചനയാണ് ഇവിടെ നൽകുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ ഈ വാക്കുകളുടെ മൊത്തത്തിലുള്ള സാരം ഇങ്ങനെയാണ്: നിങ്ങളുടെ പ്രവൃത്തികളെ പറ്റി സാക്ഷാൽ ദൈവവും നാഥനുമായ അള്ളാഹു അശ്രദ്ധനോ അജ്ഞനോ അല്ല. അവൻ വിശാലജ്ഞനും സർവജ്ഞനുമാണ്. ഈ യാഥാർത്ഥ്യം ഗ്രഹിച്ചിട്ടും നിങ്ങൾ ജാഗ്രതയുള്ളവരാകുന്നില്ലെങ്കിൽ നിങ്ങളെ പതിയിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ച് ഓർമ്മ വേണമെന്ന കാര്യമാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ അഫലാ തതദക്കറൂൻ, നിങ്ങൾ എന്തുകൊണ്ട് ഉറ്റാലോചിക്കുന്നില്ല എന്ന ഈ ഒരു നിർദ്ദേശത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുത്ത ആയത്തിലേക്ക് പോകാൻ
സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ നമുക്കിനി 2 ആഴ്ചകളിൽ പിന്നെ കരിപ്പൂരിൽ 30 ജുസ് ഖുർആന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. അത് നല്ലൊരു സംരംഭമാണ്. ഇപ്പോ പിന്നെ ഇന്ന് 2ാം ദിവസമാണ്. 5ാമത്തെ ജുസയിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായി 30 ജുസും തീരുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നത്ര ആൾക്കാർ അതിൽ പങ്കെടുത്താൽ ഇപ്പൊ ഈ സമയം നമ്മുടെ ക്ലാസ് നടക്കുന്ന സമയവും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പിന്നെ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കേണ്ട, എനിക്കും പങ്കെടുക്കാൻ വളരെ താല്പര്യമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇതുവരെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. നല്ല ക്ലാസ്സുകളാണ് നടക്കുന്നത്. മൊത്തത്തിൽ ഖുർആനിന്റെ 30 ജുസുകളിലൂടെയും പോകുമ്പോൾ ഖുർആന്റെ മൊത്തം നമുക്ക് കാര്യങ്ങളൊന്നും ഗ്രഹിക്കാനുള്ള ഒരു അവസരമാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവിടെ പങ്കെടുത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിന്റെ ഓൺലൈൻ തത്സമയ സംപ്രേഷണം ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കുചേരാം.